പഴയ നിയമത്തില് ഈ തിശ്ബ്യനായ ഏലിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതില്ലേ? തിശ്ബ്യനായ ഏലിയാവ്. ഈ ഏലിയാവ് ഭയങ്കര ധൈര്യത്തോടെ ഈ ബാലിന്റെ പ്രവാചകരെ ഒക്കെ കൊന്ന് ഒരു വലിയ പവറോടെ നിൽക്കുന്ന സമയത്ത് ബൈബിൾ ഇങ്ങനെ കാണാൻ പറ്റും. ആഹാബ് എന്ന് ഇസബേലിനോട് പറയാ, അവനിങ്ങനെ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇസബേലിന്റെ പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടിട്ട് ഏലിയാവ് ഓടി പോയ ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ഭാഗം കിടക്കുന്നത് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അവൻ അവിടെ നിന്ന് ഓടി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. ഈ ഏലിയാവ് ഒരു ഗുഹയുടെ അനുഭവം, നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു ഗുഹ പോലുള്ള ഒരു അവസ്ഥയല്ല. ഇവിടെ ഇരുന്നപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ ഗുഹയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞ് ആരും കാണാതെ ഒളിച്ചിരിക്കുമ്പോ ദൈവമായ യഹോവ അവനോട് പറയാ, നീ ഗുഹയ്ക്ക് വെളിയിലേക്ക് വാ, നീ വെളിയിലേക്ക് വാ. അപ്പോഴും ഏലിയാവ് വെളിയിലോട്ട് വരാൻ ആദ്യമൊക്കെ മടിക്കുന്നെങ്കിലും ഇത് കാണുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാ തീയിലും കാറ്റിലും ഒക്കെ യഹോവയെ കണ്ടില്ല. പക്ഷെ ഒരു മൃദു സ്വരമുണ്ടായപ്പോ അവൻ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്ത് ഗുഹാമുഖത്ത് വന്ന് നിന്നു. വീണ്ടും ദൈവം ചോദിക്കുന്ന ചോദ്യമായി, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ശബ്ദം അവൻ കേട്ടു. ഈ ഗുഹയുടെ അവസ്ഥയിലേക്ക് ഏലിയാവ് പോകുന്നത് സകലിൽ നിന്നും ഒളിച്ച്, ഒന്നിനെ ഫേസ് ചെയ്യണ്ട, ഇനി ആരെയും കാണണ്ട, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ഒരു ഇരുട്ട് മൂടിയ അവസ്ഥയായിരിക്കാം ഗുഹയുടെ അവസ്ഥ. അങ്ങനെ ഗുഹയുടെ അവസ്ഥയിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നെങ്കിലും ഒളിച്ചോടി ഏതെങ്കിലും ഗുഹയുടെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വൈകിയ സമയത്തിന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള, നിങ്ങളെ അതിനകത്ത് ഒതുക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി, നിങ്ങളെ ഈ ഗുഹയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വെറുതെ പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമൊന്നുമല്ല, അവിടെ പറയുന്ന ഒരു വാക്കും കൂടെ ഉണ്ട്. നീ വിചാരിക്കും നീ മാത്രമേ ഉള്ളായിരുന്നു, നീ മാത്രമേ ഇതിനു വേണ്ടി ചെയ്യാനുള്ളായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനെ ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിന് വാളിന് തെറ്റിപ്പോകുന്നതിന് യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് ഏലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് ഏലിയാവിന് കൊടുക്കുന്ന ഒരു ധൈര്യം അസാധാരണമാണ്. വെറുതെ ഗുഹയ്ക്ക് പുറത്ത് മാത്രം കൊണ്ടുവരിക മാത്രമല്ല കേട്ടോ, ആ ഗുഹയ്ക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്ന വാക്കിത, ഏലിയാവെ നീ ഒറ്റയ്ക്കാന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലീശ കൊല്ലും. നിനക്ക് ഒരു കാര്യവും കൂടെ ഞാൻ ഉറപ്പ് തരാം, ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവന് ചുംബനം ചെയ്യാത്ത വായുള്ളവരുമായി ഈ ഇസ്രായേൽ ഞാൻ 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട അവസ്ഥകളൊക്കെ ഉണ്ടായെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ, ദൈവത്തിന് നിങ്ങളുടെ ഈ സാഹചര്യത്തോട് കൂടെ നിർത്താൻ, നിങ്ങളെ ചില മേഖലകൾ ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾക്ക് ചിലപ്പോൾ ഇതോടെ അവസാനിച്ചു എന്ന് തോന്നുമ്പോ നിങ്ങളുടെ പദ്ധതികൾക്ക്, ദൈവിക പദ്ധതികൾക്ക് ജീവൻ നൽകുന്ന ഒരു കൂട്ടത്തെ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നൽകും. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഗുഹയുടെ അവസ്ഥയാ, ഇരുട്ട് മൂടിയ അവസ്ഥ, നിശബ്ദമായ അവസ്ഥ. ഇത് മതി കർത്താവേ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഇരിക്കുമ്പോ ഇന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഇന്ന് ഈ വൈകിയ സമയം നമ്മളോടും പറയാ, ഈ ഗുഹയുടെ അവസ്ഥ ഇന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്റെ മൃദുവായ ശബ്ദം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എന്റെ മൃദുവായ ശബ്ദത്തിന് നിങ്ങളുടെ ചിലതിന്റെ സൊല്യൂഷനെ തരാൻ കഴിയും. നമ്മളിവിടെ ഇരിക്കുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തോട് സംസാരിക്കാനും. നമ്മൾ ഈ മല ഇങ്ങനെ കയറി വന്നപ്പോ ഞാൻ പറഞ്ഞു, യേശു മലയിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. യേശു മലയിലേക്ക് കയറി വരുമ്പോ ആ മലയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ കുന്ന് കയറി വന്നോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തൂടെ കയറി വന്നോ അല്ല,
അവൻ പ്രഭാതത്തിൽ മലയിലേക്ക് കയറി പോകുക എന്ന് പറഞ്ഞ ഒരു സഹനത്തിന്റെ ഒരവസ്ഥയുണ്ട്. ഈ സഹനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ദൈവമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്. ഈ എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവാതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് യേശു ഈ പ്രഭാത സമയത്തൊക്കെ ആ മലയുടെ മുകളിലേക്കും ഒക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ റിസൾട്ട് കണ്ടത് അതിന്റെ താഴ്വാരങ്ങളിലാണ്. അതിന്റെ താഴ്വാരങ്ങളിൽ കഷ്ടതയായിരുന്ന, ബന്ധപ്പെട്ടിരുന്ന, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത, രോഗത്താൽ ഭാരപ്പെട്ട, അടുത്ത ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാതെ ഇന്ന് ഞങ്ങൾ തുടരുന്ന ഈ കഷ്ടത തന്നെ ഞങ്ങളുടെ അന്ത്യം വരെ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടത്തെ ബലപ്പെടുത്താൻ, ഒരു കൂട്ടത്തെ ജീവിപ്പിക്കാൻ, അവർക്ക് ശക്തി കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞത് ആ പ്രഭാതത്തിൽ മലയുടെ മുകളിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു മലയുടെ അനുഭവത്തിലേക്ക് പോയി മലയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥനയിലൂടെ ചിലത് പ്രാപിച്ച് നമ്മുടെ ചുറ്റുമുള്ളതടുത്ത്, നമ്മുടെ ജോലി ചെയ്യുന്ന മേഖലകളിൽ, നമുക്ക് ചില നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒക്കെ അതിനെ ഒന്ന് പകരാൻ, അതിനൊരു ബലം കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള അവസ്ഥയാ. ഏറ്റവും വലിയ ഭാഗ്യമുള്ള അവസ്ഥയാ. ഇന്ന് ഞാൻ ഈ വൈകിയ സമയം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു വാക്ക് എന്താ പറയാ, നമ്മൾ ഈ പറയുന്നവരൊക്കെ കേൾക്കുമ്പോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഗുഹയുടെ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ ചില മലയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, ആ മലയുടെ അനുഭവത്തിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോ, മലയുടെ താഴ്വാരത്തിൽ ഇരിക്കുന്ന ബലഹീനരായ ചിലരെ ഉയർത്തുവാൻ, ബലഹീനരായ ചിലരെ കൈ കൊടുക്കുക, ചിലരുടെ അവസ്ഥകൾ എന്റെ ജീവിതം അവസാനിച്ച് ഇതോടെ തീരുവാന്ന് പറഞ്ഞ മേഖലകൾക്ക് വീണ്ടും ജീവൻ നൽകാൻ എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിൽ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗുഹയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കടന്നു വന്നെങ്കിലും ഇന്ന് നമ്മൾ ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ഭാഗത്ത് നമ്മൾ കടന്നു വന്നെങ്കിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പൊ നീജില് ഒന്ന് പ്രാർത്ഥിക്കാം ചുരുക്കം വാചകങ്ങളെ. കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. അടിങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ സ്തോത്രമാൽ ഇവിടെ കടന്നു വരുവാനും കർത്താവേ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാനും തന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. പ്രത്യേക ഈ ദേശത്തെ, ഈ ഗോസോ പട്ടണത്തെ കർത്താവേ, ഈ താഴ്വാരത്തെ ഒക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇവിടെ വെളിപ്പെടണേ കർത്താവേ. സ്തോത്രം. കർത്താവിനെ അറിയാത്ത, ദൈവസ്നേഹത്തെ അറിയാത്ത അനേകർ ഇവിടെ ഉണ്ടല്ലോ കർത്താവേ. ആമേൻ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അവരൊക്കെ കർത്താവിനെ അറിയുവാൻ, യേശുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ പിതാവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയത്ത് അടിയങ്ങൾക്ക് കർത്താവ് ഒരുമിച്ച് ഇവിടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങയുടെ ദാസനോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അപ്പന്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ.